എല്ലാവർക്കും നമസ്കാരം. മകേരം നക്ഷത്രക്കാരുടെ മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകേരം നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Judgment, Knight of Cups, Chariot, Lovers energy, Knight of Wands, Three of Pentacles. ആദ്യം തന്നെ ജഡ്ജ്മെൻറ്റ് ആൻഡ് നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ കൂടുതലായിട്ട് പേഴ്സണൽ ലൈഫിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. കുടുംബം, കുട്ടികൾ, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ട് വർക്കഹോളിക് ആയിട്ടുള്ളവർ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അമിതമായിട്ടുള്ള ജോലിയിലുള്ള ശ്രദ്ധയൊക്കെ വിട്ടിട്ട് കുടുംബകാര്യങ്ങളിൽ കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് എല്ലാം ചെയ്യുന്നത്. കുടുംബകാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നു, കുടുംബം ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ജോലി മാത്രമാണ് ചെയ്യുന്നത്, വീട്ടിലെ ഒരു കാര്യം ശ്രദ്ധിക്കാത്തൊക്കെ ആളുകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. ഹസ്ബൻഡ്, വൈഫ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി, പാരൻസിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിലൊരു ബാലൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ഫാമിലിയിലുള്ള എല്ലാവർക്കും നിങ്ങളോട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് അതായത് പണത്തിന് പിന്നാലെ ഓടുന്ന എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എപ്പോഴും പണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ, പണത്തിന് പുറകെ ആണ് എന്നുള്ളത്. ആ ഒരു വിളി, ആ ഒരു പറച്ചിൽ കേൾക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും ഈ ഒരു മാസം. കാരണം നിങ്ങളെ സംബന്ധിച്ചൊരു സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കുറച്ച് ആത്മീയമായിട്ടുള്ളതോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലോ കുടുംബത്തിലും മറ്റുള്ളവരെ ഒക്കെ ചെയ്യുന്ന കാര്യം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തരാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ദൈവിക കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ ക്ഷേത്രങ്ങൾ, പള്ളികൾ സന്ദർശിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. തീരുമാനങ്ങൾ പലതും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ കൂടിയും മറ്റുള്ളവർ പറയുന്നത് അതിന് പ്രാധാന്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി നിങ്ങൾ അതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിന്ന് നിങ്ങൾ ഒരു പോസിറ്റീവ് ഷെയ്ഡിലേക്ക് മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിയിലെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നവർ, പ്രത്യേകിച്ച് അച്ഛനമ്മമാരും മക്കളും തമ്മിൽ ഒത്തുപോകുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒത്തുപോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവരത് മനസ്സിലാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. മൊത്തത്തിലൊരു സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ തിരിച്ചിഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ആ ഒരു എനർജിയാണ്. അതേപോലെ ഇവിടെ ഈ ഒരു പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ കുട്ടികളുള്ളവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാം വളരെ സ്വയം ഒരു ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങൾ ചില ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതങ്ങനെയല്ല എന്ത് പറഞ്ഞാലും അതങ്ങനെയല്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ മക്കളുടെ അടുത്തായിരിക്കും, അച്ഛനമ്മമാരായിരിക്കും, ഭർത്താവ്, ഭാര്യയായിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ് ഉലച്ചിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കുന്നു, അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പം പ്രണയാദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഫാമിലിയിൽ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ പ്രണയ ജോഡികൾ തമ്മിൽ പ്രണയ ജോഡികൾക്ക് വളരെയധികം നല്ലൊരു മാസമായിരിക്കും. ഒത്തിരി സമയം നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സമയം പങ്കുവയ്ക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം.
നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ പുതിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനോ ഒക്കെ ഉള്ളൊരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നതാവാം, പ്രണയ അഭ്യർത്ഥനകൾ നടത്തുന്നതാവാം. അതിനൊക്കെയുള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് അത്യാഗ്രഹം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഗ്രഹമൊന്നും ഒന്നിനോടും ഉണ്ടാകുന്നില്ല. ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരിച്ച് അവർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ മറ്റുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾ വരെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളിൽ ചിലപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും നിങ്ങൾ ആ ഒരു സംസാരത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ തിരിച്ചും അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നു, അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി സന്തോഷം തരുന്ന സമയമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതിൽ ഒലച്ചിൽ സംഭവിച്ചിട്ടുള്ളത് അത് തിരിച്ച് ആ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്പിരിച്വൽ ഗുരു ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആശ്രമങ്ങളോ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലോ പള്ളികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില സംഘടനകളോ അതുപോലുള്ള ദൈവികമായിട്ടുള്ളതോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ച് ബിസിനസ് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ട് കച്ചവടമായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ഫാമിലി, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിലോ ഒക്കെ ചേർന്നിട്ട് ഒരു ഫാമിലി മൊത്തത്തിൽ ചേർന്നിട്ട് ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നതും ആവാം സൂചിപ്പിക്കുന്നത്. ബിസിനസ് എന്തായാലും ഒരു കൂട്ട് കച്ചവടം പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ആ ഒരു രീതി അല്ല എങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അതവിടെ സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്സ് തമ്മിൽ ചേർന്നിട്ടൊരു ഏതായാലും ഇഷ്ടമുള്ള വ്യക്തികൾ തമ്മിൽ ചേർന്നിട്ടൊരു ബിസിനസ് സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന പാർട്ട്ണർഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന മേഖലയല്ല എങ്കിൽ കുറഞ്ഞ പക്ഷം അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ, ആ ഒരു മേഖലയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓരോ വ്യക്തിയും വെറുതെ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമാവരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയാം, അറിയാത്തത് ചിലത് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള രീതിയിൽ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബിസിനസ് തുടങ്ങുന്നതായിരിക്കും ഉത്തമം എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തായാലും പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അതേപോലെ ചാരിയറ്റ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവെ കുടുംബത്തിൽ നല്ല സന്തോഷമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തൃപ്തികരമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പ്രണയവും പേഴ്സണൽ ലൈഫിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പഠിത്തം ഉഴപ്പി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിത്തത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഠിത്തത്തിൽ കൂടി ഒരേ സമയം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ പഠിത്തത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിത്തം ശ്രദ്ധിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ചാലഞ്ചസ് ഒന്നും കാണിക്കുന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ വാഹനയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാഹനം വാങ്ങിക്കാനുള്ള അവസരമാകാം. കാറോ ബൈക്കോ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വാഹനം വാങ്ങിക്കുന്നതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ട്രക്ക്, ടെമ്പോ ട്രാവലർ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവാം. ഇപ്പം റെൻറ്റിന് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തായാലും വാഹനവും കച്ചവടമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ളൊരു സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് യൂസിന് വാങ്ങിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും വാഹന യോഗം പൊതുവെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.